ഇനി ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. കണ്ടോ, മധ്യസ്ഥം വഹിച്ചു ശിഷ്യന്മാർ. എന്താ അവർ പറഞ്ഞത്? അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. കണ്ടോ, അവൾക്ക് വേണ്ടത് ചെയ്ത് കൊടുക്ക്. അവിടെ ശതാധിപൻ്റെ കാര്യത്തിൽ യഹൂദർ വന്ന് റെക്കമെൻഡ് ചെയ്യാണ്, ഇവൻ നമുക്ക് സിനഗോഗ് പണിത് തന്നിട്ട്. ഇവിടെ ശിഷ്യന്മാർ റെക്കമെൻഡ് ചെയ്യാം, ഒന്നും പണിത് തന്നിട്ടില്ല, ഇവളെക്ക് വേണ്ടത് ചെയ്ത് കൊടുക്ക്. അവൾ നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കാണ്. അപ്പോൾ രണ്ടാമത്തെ റിക്വസ്റ്റ്. എന്നിട്ട് എന്ത് പറയുന്നു ഈശോ? അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. അവൾ വീണ്ടും വിട്ടുപോകുന്നില്ല. അവൾ ഇസ്രായേൽ ഭവനത്തിലുള്ളവൾ അല്ല. ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടവരുടെ അടുത്തേക്കാണ് എന്നെ അയച്ചേക്കണേന്ന് ആ സാഹചര്യത്തിൽ പറയുകയാണ്. അവൾ ഇസ്രായേലി അല്ല, എന്നിട്ടും അവൾ യഹൂദയല്ല, എന്നിട്ടും അവൾ അങ്ങ് താണു വണന്ന് പ്രണമിച്ചപ്പോൾ മൂന്നാമതും ഈശോ പറയുകയാണ്, എന്താ പറയുന്നത്? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഇത്രയും കേട്ടാൽ നിങ്ങളാരെങ്കിലും നമ്മളാരെങ്കിലും ആണെങ്കിൽ പിന്നെ അവിടെ നിൽക്കുമോ? പറയും, ഇത്രയും വലിയ ഡിമാൻഡ്. ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു, മറ്റൊരു പറഞ്ഞു, ഞാനിതിൻ്റെ കാല് പിടിച്ചിട്ടും എന്നെ പട്ടിന്ന് വിളിച്ചേക്കണം, എന്നാ ഞാൻ പോവാ. ഇതാ വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങളുടെയൊക്കെ ഒരു സംഭവം. അപ്പം നായ്ക്കൾക്ക് കൊടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം ഇതാണ്. ചില ബൈബിൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിലും ചില പ്രത്യേക സമുദായത്തിന് നമ്മൾ ചില നിക്ക് നെയിംസ് വിളിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളാരും ഒന്നും വിളിക്കണ്ട, അത് പറയാം, നമ്മൾ ഓർത്താൽ മതി. പല ആ പേരിൽ പറഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും ആ ഒരു ഗ്രൂപ്പിനെ. അപ്പം ഈ നായ്ക്കളെന്ന് അവിടെ വിളിക്കാറുള്ളത് യഹൂദരും സമരിയാക്കാരും തമ്മിൽ വാസ്തവത്തിൽ ബന്ധമൊന്നുമില്ലാത്ത അവസ്ഥയിൽ അത്രയ്ക്ക് അവർ തമ്മിൽ എതിരാ. എന്നിരുന്നാലും ഇവർ തമ്മിൽ ചില അവിഹിത വേഴ്ചകൾ വന്നിട്ട് ആ അവിഹിത വേഴ്ചയിൽ ഉണ്ടായിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ ഒരു സമൂഹം ഉണ്ടവിടെ. അവരെ യൂതന്മാർക്കും വെറുപ്പാണ്, സമരിയക്കാർക്കും വെറുപ്പാണ്. അത്രയ്ക്ക് അവരെ താഴ്ന്ന ജാതിയായിട്ട് കണക്കാക്കുന്നു. കാസ്റ്റിസം 2000 വർഷമായിട്ട് ഇപ്പോഴും നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ വലിയ കാസ്റ്റിസമാണ് ഇല്ലേ? ക്രിസ്ത്യാനികളായവരിൽ തന്നെ. അപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അന്നത്തെ. അപ്പോൾ കാസ്റ്റിസം ഭയങ്കര ഒരു പ്രശ്നമാണ്. അതിൻ്റെ ദുരന്ത ഫലം എന്ന പോലെയാണ് അവരെ വിളിക്കുന്നത് നായ്ക്കൾ. ഒന്ന് കൈവീശി കാണിച്ച എല്ലാവരും. ഓക്കെ, മക്കൾ, യൂതന്മാർ, ദൈവജനത്തിന് മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല. എന്തോ ഒരു വലിയ വിശ്വാസത്തിൻ്റെ ശബ്ദമാണ് അവൾ തുറന്ന് പറഞ്ഞത്. വായിച്ച എല്ലാവരും ശബ്ദം ഉയർത്തിയൊന്ന് വായിച്ചേ. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ഓഫ്, അത് മതി. കണ്ടു, ഈ കടുകുമണി എന്ന് പറഞ്ഞതിൻ്റെ തന്നെ അർത്ഥമാണ് ആ അപ്പക്കഷ്ണത്തിൻ്റെ ഒരു ചെറിയ നുറുങ്ങ് കിട്ടിയാൽ മതി. കർത്താവ് 3 പ്രാവശ്യം തിരസ്കരിച്ച കേസ് ഉടനെ കർത്താവ് എന്താ പറയണത്? സ്ത്രീയെ, അതെല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ. എല്ലാവരും ശബ്ദം ഉയർത്തി ഒന്ന് ഏറ്റു പറയുക, നീ ആഗ്രഹിക്കുന്നത് പോലെ
നിനക്ക് ഭവിക്കട്ടെ. നിനക്ക് ഭവിക്കട്ടെ. നീ എന്താഗ്രഹിക്കുന്നുവോ നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ. അപ്പോൾ വിശ്വാസത്തിൻ്റെ പോസിബിലിറ്റി നോക്ക്. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവൻ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ആര് വന്നു കഴിയുമ്പോൾ? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ. ഒന്നുകൂടി വായിച്ചേ ആ വചനം. എല്ലാവരും വചനം ബൈബിൾ തുറന്നൊന്ന് വായിച്ചേ. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. എന്നിട്ട് അതിനെ വിവരിക്കുകയാണ്. പാപത്തെക്കുറിച്ച് അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ, അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്. കണ്ടോ? അപ്പൊ എന്താ യഥാർത്ഥ പാപം? ആരിൽ വിശ്വസിക്കായിക? യേശുവിൽ വിശ്വസിക്കായികയാണ് യഥാർത്ഥ പാപം. യേശു വന്നിരിക്കുന്നത് നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ്. പക്ഷെ ഈ പാപങ്ങൾക്ക് പരിഹാരം യേശുവിലൂടെ മാത്രമാണ് എന്നും ആ യേശുവാണ് പ്രധാന വിഷയമെന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ പരിഹാരം നടക്കും? നിന്റെ പ്രവൃത്തിയിലൂടെയാണ് പാപം മോചനം എങ്കിൽ അത് വിശ്വാസമാണോ? അതാണ് ധനികൻ പറഞ്ഞു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ അവസാനമാണ് പറയുന്നത്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ആ കോണ്ടെക്സ്റ്റിലാണ് ആ വചനം ഉപയോഗിക്കേണ്ടത്. മനുഷ്യന് എന്താണ് അസാധ്യമായിട്ടുള്ളത്? അവൻ്റെ തന്നെ നിത്യരക്ഷ. അത് അവന് സ്വന്തം സാധ്യമല്ല. അതാർക്കാ സാധ്യമാവുന്നത്? ദൈവത്തിലൂടെയാണ് സാധ്യമാകുന്നത്. ദൈവത്തിലൂടെ മാത്രം. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. വാസ്തവത്തിൽ അതാണ് സുവിശേഷം. നമ്മൾ ആദ്യം പറഞ്ഞു ഇല്ലേ, ഈ രാജ്യത്തിൻ്റെ ഈ സുവിശേഷം നിങ്ങൾ പ്രഘോഷിക്കുക. പഴയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞ് നിറയ്ക്കാൻ പറ്റില്ല. ഇതാണ് പുതിയ വീഞ്ഞ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ പുതിയ ബോധ്യം നൽകുകയാണ്, യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതാണ് ഈ സ്ത്രീ, അവള് യഹൂദയല്ല, അവള് സമരിയാക്കാരിയുമല്ല, അതിലും താഴ്ന്ന ഒരു വംശജയായിട്ടും അവളെ നായി എന്ന് വിളിച്ച് അവഹേളിച്ചിട്ടും, അവഹേളനൊന്നും ആവണമെന്നില്ല, അത് നമ്മളെ സംബന്ധിച്ച് അത് അങ്ങനെ ആകാം. അവൾ 3 പ്രാവശ്യം തിരസ്കരിച്ചിട്ടും അവൾ പോയില്ല. കാരണം അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവൾ ആദ്യം തന്നെ പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര. വാസ്തവത്തിൽ ഈ വിശ്വാസമാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. എന്താ വിശ്വാസമെന്നും എന്താ ദൈവത്തിൽ വിശ്വാസമെന്നും എന്താ രക്ഷയും വിശ്വാസവും തമ്മിലുള്ള ബന്ധം, എന്താ ദൈവത്തിൻ്റെ രക്ഷാനീതി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താന്ന് ഇവിടെ പറയാണ്. യോഹന്നാൻ 16:8 ഒന്നുകൂടി വായിക്കാം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും.